തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എല്ലാം ഇനി തെളിയിക്കാനൊന്നുമില്ല. അവന് തിരുത്താൻ ചരിത്രങ്ങളില്ല, അവനിനി തിരുത്താൻ ഒന്നുമില്ല. അവൻ എല്ലാ കാര്യങ്ങളും തിരുത്തിയതാണ്. വീണ്ടും രാമന്റെ അഭിവാദ്യം, ആരാധകരുടെ പ്രത്യഭിവാദ്യം. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുരനടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവന്റെ മസ്തകത്തിലെ നെറ്റിപ്പട്ടത്തിൽ വെയിലടിച്ച് തിളങ്ങുന്ന ആ വെയിൽ തിളക്കം ആയിരക്കണക്കിന് ആരാധക ഹൃദയങ്ങളിലേക്ക് വലിയ വെളിച്ചമായി നിറയുകയാണ്. ചെറിയ കണ്ണുകളായി, വലിയ തുമ്പിക്കൈയായി, നീളൻ തുമ്പിക്കൈയായി അവിടെ അവൻ അങ്ങനെ നിൽക്കുകയാണ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, സാക്ഷാൽ രാമൻ. രാമ 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 എന്ന ഒറ്റ മുദ്രാവാക്യത്തിൽ ഇവിടെ രാമന്റെ ആരാധകർ തള്ളുന്നുണ്ട്. ഇവിടെ തെക്കും തിരക്കും കൂട്ടരുത്, ആരും തെക്കും തിരക്കും കൂട്ടരുത്. ഇവിടെ രാമൻ നിൽക്കുന്നു. രാമൻ നിലക്കിൽ കൂടുതൽ ഇറങ്ങണം. ആദ്യം ഒരാളെ ഇറങ്ങിപ്പോയിരുന്നു. അതിൽ പക്ഷേ എത്ര ആണെന്നിരുന്നാലും അവിടെ കാഴ്ചയൊന്നേ ഉള്ളൂ. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കാഴ്ച. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇവിടെ വലിയ തിരക്കിലും രാമന്റെ ആരാധകർ രാമനെ ഒരു നോക്ക് കാണാൻ അങ്ങനെ എത്ര തിരക്കുണ്ടെങ്കിലും, എത്ര വെയിലുണ്ടെങ്കിലും, എത്ര ചൂടുണ്ടെങ്കിലും നമസ്കാരം. അവിടെ വിശേഷിപ്പിക്കാൻ പേരുകളില്ല. അവിടെ ചാർജ് കിട്ടാനുള്ള പുതിയ പട്ടങ്ങളില്ല, പുതിയ ഒന്നുമില്ല. അവിസ്മരണീയമായ കാഴ്ച. എനിക്ക് മുന്നിൽ നിൽക്കുന്നു സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. രാമ 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 എന്ന ഒറ്റ വിളി. അവന്റെ ഉയരം, അവന്റെ ആ മസ്തകം, അവന്റെ ആ നിൽപ്പ്, അവന്റെ ആ എടുപ്പ് കണ്ടോ, ആ ചെവിയാട്ടം കണ്ടോ. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും ആരാധകരുള്ള ആന, രാമൻ വരുന്നു പറഞ്ഞു, രാമൻ വന്നു, രാമൻ വരുന്നു പറഞ്ഞു, രാമൻ വന്നു. രാമ 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 തിരുവമ്പാടിക്ക്. അപ്പൊ ഇവിടെ രാമന്റെ അടുത്ത അഭിവാദ്യം. ഒന്നല്ല, രണ്ടല്ല, 3 അഭിവാദ്യം അവന്റെ ആരാധകർക്ക്. ആയിരക്കണക്കിന് അവിടെ നിൽക്കുന്ന കടല് പോലെ നിൽക്കുന്ന ആ പുരുഷാരത്തിന് മുന്നിൽ ആയിരക്കണക്കിനായി നിൽക്കുന്ന ആ പുരുഷാരത്തോട് ഒന്നല്ല, രണ്ടല്ല, 3 അഭിവാദ്യം. രാമന്റെ ഒറ്റ കാഴ്ചയ്ക്ക് വേണ്ടി കൊതിക്കുന്ന എത്ര പേരാണ്. രാമന്റെ വെയിലിനെ തണലാക്കി രാമൻ വന്നിരിക്കാണ് തിരുവമ്പാടിക്ക്. അതായത് വെയിലിനെ നിലാവാക്കി അത്യുഗ്രൻ ആറാട്ടിന്റെ നിലാവ്. പക്ഷെ വേർത്തൊലിക്കുന്നുണ്ട്. സാരമില്ല. പക്ഷെ ഇവിടെ അത്യുഗ്രൻ ഇത് വേർപ്പല്ല, ഇത് തൃശ്ശൂർക്കാരുടെ ആവേശ. ഇത് വേർപ്പല്ല. അത് ആവേശത്തിന്റെ ഇന്ധനം. ഇവിടെ രാമൻ, സാക്ഷാൽ രാമൻ മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മുടെ പൂരം റിപ്പോർട്ടിങ്ങിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്ര അടുത്ത് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത് ഇതാദ്യമായാണ്. പുറത്തേക്ക് ഇറങ്ങാം. ഒരുപക്ഷെ ഈ ഇത്രയും അധികം ആരാധകരുള്ള ആന അത് കേരളത്തിനെന്നല്ല, അത് രാജ്യത്തെന്നല്ല, അത് ലോകത്ത് ഇത്രയധികം ആരാധകരുള്ള ഒരാനയുണ്ടോ എന്ന് സംശയമാണ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇവര് തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇവര് തിരുത്താൻ ഇനി ചരിത്രം ബാക്കിയുണ്ടോ? ഇവന് കിട്ടാൻ ഈ വിശേഷങ്ങൾ ബാക്കിയുണ്ടോ? മിടുക്കൻ ഇവൻ ഗജരാജ തിരുമകൻ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതൊക്കെ പറഞ്ഞ് നൈസായിട്ട് തുമ്പിക്കയിൽ നിന്ന് മാറുന്നു പറഞ്ഞു. ഒന്ന് മാറി നിന്നേക്കാം. അവൻ ഗജരാജ തിരുമകൻ. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ്. സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമൻ. ഇവിടെ പോലീസുകാർ വലയം തീർക്കുന്നു. രാമചന്ദ്രൻ ഇവിടെ ക്യാമറാമാൻ VS രാഹുൽ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ അത്ര തിരക്കിലാണ്. ക്യാമറാമാന്റെ ആ എഫർട്ട് കൂടി കാണാതിരുന്നുകൂടാ. എന്തായാലും ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രേക്ഷകരോട് അവന്റെ കാര്യം പറയാൻ കഴിഞ്ഞത് മഹാഭാഗ്യമെന്ന് ഉറപ്പായി പറയാം. രാമൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ രാമൻ ഉണ്ടാകുമോ എന്ന സംശയം ഉയർന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ആ രാമനുണ്ട് എന്ന് മാത്രമല്ല, ആ രാമൻ വന്നാൽ ഒരു 1.5 വരവാണ്. അവൻ ഉയർത്താൽ ഒരു ഫിനിക്സ് പക്ഷിയുടെ ഉയർപ്പാണ് എന്ന് തെളിയിക്കുന്ന വരവായിരുന്നു രാമന്റെ വരവ്.